സമയം എന്നറിയോ? 5:35 ഞാൻ ഓഫീസിൽ നിന്ന് വന്ന സമയമാണ് കേട്ടോ. നമുക്ക് ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് നല്ലൊരു നോമ്പ് തുറ റെഡിയാക്കിയാലോ? മെയിൻ ഫുഡായിട്ട് അപ്പവും മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിന് വേണ്ടിയിട്ട് തന്നെ നമ്മൾ മുട്ടയൊക്കെ എടുക്കുകയാണെ. മുട്ടയും കിഴങ്ങും കൂടെ കറി വെക്കാമെന്നൊക്കെയാണ് ഓർത്തത്. പക്ഷേ പിന്നീടാണ് ശ്രദ്ധിച്ചത് കിഴങ്ങ് സ്റ്റോക്കില്ല എന്നുള്ളത് മറന്നു. പിന്നെ നമ്മൾ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി കേട്ടോ. അതാണ്ട് ഇത് സമൂസയും കട്ട്ലറ്റും ഉണ്ടാക്കാനുള്ള ഫില്ലിങ്സ് ആണ് കേട്ടോ. ഒരേ ഫില്ലിങ്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ, രണ്ടിനും വേണ്ടിയിട്ട്. പിന്നീട് നമ്മൾ നല്ല സമൂസയൊക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, കട്ട്ലറ്റ് റെഡിയാക്കാനുള്ള ഒക്കെ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് തരിക്കഞ്ഞി ഉണ്ടാക്കുന്നുണ്ട്, അതായത് സൂചി കച്ചി. ഇപ്പം നമ്മുടെ കലാശക്കോട്ടിൻ്റെ സമയമാണ് കേട്ടോ. 6:15 അപ്പോൾ ദാണ്ട് ഇതെല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, സമൂസയും കട്ട്ലറ്റും ഒക്കെ. എന്നിട്ട് ഇതെല്ലാം സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. സമൂസ ഉണ്ട്, കട്ട്ലറ്റ് ഉണ്ട്, മുന്തിരി ഉണ്ട്, ഈന്തപ്പഴം ഉണ്ട്, പിന്നെ ഇത് പൊട്ടുവെള്ളരി ജ്യൂസാണ് കേട്ടോ. പിന്നെ നമുക്ക് ടാങ്ക് വെള്ളമുണ്ട്, നോയമ്പ് കഞ്ഞിയുണ്ട്. അങ്ങനെ ബാങ്കൊക്കെ കൊടുത്തു. നമ്മൾ ഈന്തപ്പഴം കഴിച്ചു, വെള്ളം കുടിച്ചു, ജ്യൂസ് കുടിച്ചു, പിന്നെ ഒരു സമൂസയും കഴിച്ചു കേട്ടോ. മെയിൻ ഫുഡായിട്ട് നമുക്ക് അപ്പവും മുട്ട റോസ്റ്റും ആയിരുന്നു. പിന്നെ ഒരു ചായയും കുടിച്ചു കേട്ടോ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ നോമ്പ് തുറ. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ.